ആ റോയിയുടെ വീട്ടിൽ കയറിയിട്ട് ഇതുപോലെ തന്നെ റോയി രാത്രിയിൽ മീൻ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ആ മീൻ പിടിക്കുന്ന ഭാഗമായിട്ട് ഇയാൾ മുൻപ് പോർട്ടിക്കോയിൽ ഇങ്ങനെ ഒരു സെറ്റിൽ കിടന്നുറങ്ങുമായിരുന്നു. ഭാര്യ അകത്ത് കിടന്നുറങ്ങുക. ഈ ഭാര്യ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുന്നത് കേട്ട് നോക്കിയപ്പം ഇയാൾ ഉറക്കച്ചടവിലാണ് മുറിക്കകത്ത് അവരുടെ ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പം 3 പേര് ഷോർട്ട്സൊക്കെ ബർമുഡ പോലത്തെ സാധനം ഇട്ട് നിൽക്കുന്നു. കയ്യിൽ കമ്പിയുണ്ട്, ഒരു മഴ പോലത്തെ സാധനമുണ്ട്. റോയിയുടെ ഭാര്യയെ ആക്രമിക്കുന്നു. എൽസി എന്നാണ് അവരുടെ പേര് നിൽക്കുന്നത്. അവരെ ആക്രമിക്കുന്നു. അവർ മാല പിടിച്ച് പറിച്ചപ്പോൾ അവർ ശ്രമിച്ചപ്പോഴത്തേക്ക് അവർ അത് തടയാൻ ശ്രമിച്ചപ്പോൾ മഴ വെച്ച് അവരുടെ മുഖത്തിന് വെട്ടി അവരുടെ കണ്ണ് ഒരു 3/4% കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അപ്പോൾ റോയിയേക്കും ഭീകരമായിട്ട് അയാളെയും വെട്ടി പരിക്കേൽപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു 10-100 മീറ്റർ അപ്പുറത്ത് ഒരു വീട്ടിൽ വീണ്ടും ഒരു ഇള കയറുന്നു. ഒരു മോനെന്ന് പറഞ്ഞൊരു കച്ചവടക്കാരൻ്റെ വീട്ടിൽ. ഭാഗ്യത്തിന് അപ്പോഴത്തേക്കും ഇതൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ആ വീട്ടിൽ കയറിയ സമയം ആ വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും പോലീസ് അലേർട്ടായി കഴിഞ്ഞു. നാട്ടുകാർ അലേർട്ടായി. 1, 2, 3ാമത്തെ വീടായപ്പോഴും അലേർട്ടായത്. കാര്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ 8 വർഷത്തെ മുമ്പത്തെ സംഭവത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ട്. ഞാൻ കൃത്യമായൊരു SOP ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ നാടോടികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ തിരുട്ട് ഗ്രാമക്കാരും അതുപോലെ അല്ലെങ്കിൽ വളരെ ഇങ്ങനെ സംഘടിതമായിട്ട് ആക്രമിക്കുമ്പോൾ പോലീസ് എന്ത് ചെയ്യണം, അത് ആ ഒരു ആക്രമിക്കപ്പെടുന്ന ആ പോലീസ് സ്റ്റേഷൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ആ സർക്കിൾ ഇൻസ്പെക്ടർ മാത്രം ഉത്തരവാദിത്തമല്ല, ആ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇത് ജില്ല ഒട്ടാകെ ഒരുമിച്ച് ഉണരണം. അതിനുള്ള SOP എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ ആദ്യം തന്നെ VHF വയർലെസ് മെസ്സേജ് കൊടുക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ആരുടെയും പെർമിഷൻ നോക്കാതെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് ഏതൊക്കെ രീതിയിൽ വേണം വയർലെസ് കൊടുക്കാൻ, എങ്ങനെയാണ് റോഡ് ബ്ലോക്ക് ചെയ്യണമെന്ന് വയർലെസ്സിലെ ഉദ്യോഗസ്ഥൻ തന്നെ പറയണം. ഏതൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്യണം, അതുപോലെ വണ്ടികൾ എങ്ങനെ ചെക്ക് ചെയ്യണം, ഏതൊക്കെ വണ്ടികൾ അങ്ങോട്ട് പോകണം, ഏതൊക്കെ ഭാഗത്തേക്ക് പോയിട്ട് പെട്രോളിംഗ് നടത്തി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ എഴുതി അവരെ ഈ പറഞ്ഞ എല്ലാ വയർലെസ് ഓപ്പറേറ്റേഴ്സിനെയും ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ വിളിച്ചൊരു ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ അവസരത്തെ ഉയരുക, അവരാരുടെയും നിർദ്ദേശം കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അപ്പം അങ്ങനെ സംഭവിച്ചു എന്ന് അറിയുമ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ അവരാരെയും കുറ്റപ്പെടുത്തുകയില്ല, അവരെ പണിഷ് ചെയ്യില്ല. അപ്പോൾ അവർ ഉണർന്നു, വയർലെസ് ഓപ്പറേറ്ററും വയർലെസ് സിസ്റ്റം ഉണർന്നതുകൊണ്ട് കണ്ടമാനം വണ്ടികൾ പല സ്ഥലങ്ങളിലേക്ക് വന്ന് ബോർഡർ സീൽ ചെയ്യുന്നു, അങ്ങോട്ട് അപ്രോച്ച് റോഡുകൾ സീൽ ചെയ്യുന്നു. നാട്ടുകാർ ഇതിനായിട്ട് ടോർച്ചൊക്കെ വരുന്ന നാട്ടുകാരെ സഹകരിപ്പിക്കണമെന്ന് പ്രത്യേകം എൻ്റെ അത് പറയുന്നുണ്ട്. നാട്ടുകാരെ മാറ്റി നിർത്തരുത്. നാട്ടുകാരെ സഹായിക്കാൻ വരുന്നവരെ വണ്ടിയെ കയറ്റുക, നമ്മുടെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് തന്നെ അവരെ കൂട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോലീസുകാരിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് രാത്രി ലൈറ്റ് വേണമല്ലോ, ഹോണൊക്കെ നല്ലപോലെ അടിച്ചുകൊണ്ട് പല സ്ഥലത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു, അന്വേഷിക്കുന്നു. അப்புறம் നാട്ടുകാരും ജാഗരൂകരായി, അവരും ഭയങ്കര എനർജറ്റിക്കായി. ഈ 3ാമത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പോലീസിൻ്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു റിയാക്ഷൻ മാറിയെന്ന് അറിഞ്ഞപ്പോൾ ഇവന്മാർ സ്ഥലം വിട്ടു അവിടുന്ന്. ഈ 3 കള്ളന്മാർ, ഈ 3 തിരുട്ട് ഗ്രാമക്കാർ അവിടുന്ന് സ്ഥലം വിട്ടു. അവർ ചെന്ന് അമയന്നൂർ എന്ന് പറയുന്ന സ്ഥലം വരെ അവർ അവിടുന്ന് ഓടിപ്പോയെന്ന് തന്നെ പറയാം. അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് അവിടെ ഒരു ജോബി കുരുവിള എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരാളുടെ വീടുണ്ടായിരുന്നു. അയാളുടെ പോർച്ചിലിരുന്ന ഒരു ബൈക്ക്, ആ ബൈക്ക് ഇവന്മാർ അവർക്ക് നിസ്സാരമാണ്, താക്കോലൊന്നും ഉണ്ട്. അവർ അതിൻ്റെ അകത്ത് ഒരു ആണി വെച്ച് വല്ലതും ഏതാണ്ട് വെച്ച് അവർ ആ വയറ് കൂട്ടി ഘടിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഈ ബൈക്കെ 3 പേരും കൂടെ സ്ഥലം വിട്ടു. അയാളെ ജോബി അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ബൈക്കും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആ വിവരവും നമ്മൾ കിട്ടി. അപ്പോൾ അയാൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചപ്പോഴത്തേക്കും ഒരു ബൈക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ അത് നമ്മൾ പ്രത്യേകം നമ്മൾ പറയും അതിനകത്ത്. ഒരു ബൈക്ക് എന്നുള്ളതല്ല, എന്ത് ബൈക്ക്, എന്ത് കളറ്, എത്ര പേരുണ്ട്, ഏത് ഡയറക്ഷനിൽ പോയെന്നെല്ലാം അതിൻ്റെ വിവരം സമാഹരിക്കാനുള്ള ചുമതല ഈ വയർലെസ് ഓപ്പറേറ്റർക്കുണ്ട്. വയർലെസ് ഓപ്പറേറ്റർ അതെല്ലാം വെച്ചിട്ട് എല്ലായിടത്തും കൊടുക്കുന്നു, വിവരങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് മാത്രം മണർകാടിൻ്റെ സമീപത്ത് വെച്ച് ഇവരെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. ബൈക്ക് ഈ 3 പേരെ പിടിച്ചു പോലീസ്. അത് സ്വിഫ്റ്റ് ആക്ട് നമ്മളാരും എല്ലാവരും അലേർട്ടായതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ ഒരു പൊതു കാര്യമാണെന്ന് ഉള്ള രീതിയിൽ ഇത് മുന്നോട്ട് പോയതുകൊണ്ടാണ് എല്ലാം സീൽ ചെയ്ത്, എല്ലാ റോഡുകളും സീൽ ചെയ്താൽ പിന്നെ ദെയർ ഈസ് നോ അതർ വേ. അങ്ങനെയാണ് മണർകാട് വെച്ച് ഈ 3 പേരുണ്ടായിരുന്നു. ഒരുത്തനും അതിൻ്റെ രക്ഷപ്പെട്ടു.
അതിനകത്ത് സെൽവരാജ് എന്ന് പറയും, രാജ്കുമാർ എന്ന് പറഞ്ഞ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ബൈക്കിലുള്ള. അരുൺ രാജ് എന്ന് പറഞ്ഞ അതിന് മൂന്നാമനെ കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ രക്ഷപ്പെട്ടു. പക്ഷേ അവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഈസിയായി. ഇപ്പോൾ അരുൺ രാജ് ആരാണ്, ഈ കേസ് 3 പേരെ ഉണ്ടെങ്കിൽ ബാക്കി ഈ കേസിൽ ആരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ മറവർ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ഈ ഇപ്പം ഈ മറ്റേത് നമ്മൾ ഒട്ടനായ്ക്കർ എന്ന് പറഞ്ഞ 2007 സംഭവം ഒട്ടനായ്ക്കർ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ ഇവർ മറവർ ഗ്രൂപ്പിലുള്ളവരാണ്. ഈ പറഞ്ഞ സെൽവരാജും രാജ്കുമാർ എല്ലാം അവർ മാനാമധുര എന്ന് പറഞ്ഞ ആൾക്കാർ അവിടുന്ന് വരുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഈ നാടോടികളെല്ലാം ഒരേ സ്ഥലത്തു നിന്ന് വരുന്നവരല്ല. അവരുടെ ഓപ്പറേഷൻസൊക്കെ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അവരുടെ സ്വഭാവം ഒരുവണ്ണം ആയിരിക്കില്ല, അവരുടെ ഡിസ്പോസൽ ഒന്നും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഇവർ 2 എൻറ്റയർലി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ്. അപ്പോൾ ഈ മാനാമധുരയിൽ നിന്ന് വന്ന മധുരയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് മാനാമധുര. അപ്പോൾ അവിടുന്ന് വന്ന സെൽവരാജിനും രാജ്കുമാറിനും കൂടാതെ രക്ഷപ്പെട്ട അരുൺ രാജിൻ്റെയും കംപ്ലീറ്റ് വിവരങ്ങളും അവരുടെ കൂടുതൽ അസോസിയേറ്റ്സിൻ്റെ വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടി. ഇയാൾ തന്നെ സെൽവരാജ് തന്നെ നീണ്ട കാലയളവിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് 2013 അയാൾ പുറത്തു വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുത്തരിയൊന്നുമല്ല. അവർ മിക്കവാറും ജീവിതത്തിൻ്റെ പകുതി സമയം അവർ ജയിലിലായിരിക്കും. അപ്പോൾ അവർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ അവർ പുതിയ ഗ്യാങ്ങിനെ ഉണ്ടാക്കി ആ സമയങ്ങളിൽ ചെന്ന് ഈ 2013 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നമ്മൾ പിടിക്കപ്പെട്ട് 2016 ഇതിനകം ഒരു 10-100 കേസുകൾ ഇടുക്കി ചെയ്തിട്ടുണ്ട്, കോട്ടയത്ത് ചെയ്തിട്ടുണ്ട്. അത് പല കേസിലും വൈക്കത്തൊക്കെ ഉള്ളൊരു പ്രമാദമായൊരു കേസൊക്കെ ഉണ്ട്. ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ അയാളുടെ വീട്ടിൽ കയറി 10-30 പവൻ കവരുകയും അയാളുടെ ഭാര്യയെ തലക്കിട്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത് അങ്ങനെ പല കേസുകൾ. അപ്പം നമുക്കിതിനെപ്പറ്റി കുറേ വിവരങ്ങൾ കൂടുതൽ ലഭിച്ചു. ഇത്രയും പേരല്ല, ഈ 2 ഗ്രൂപ്പിനെ പറ്റിയും വടിവേലുവിനെ മറ്റും അറസ്റ്റ് ചെയ്തപ്പോൾ വടിവേലുവിൻ്റെ 5 പേരെ പറ്റിയല്ല, ആ ഒട്ടനായ്ക്കർ ഗ്രൂപ്പിൽപ്പെട്ട പലരെ പറ്റിയും നമുക്കൊരു ചിത്രം കിട്ടി. അതുപോലെ തന്നെ സെൽവരാജിനെ അറസ്റ്റ് ചെയ്യപ്പോഴത്തേക്കും സെൽവരാജിൻ്റെ നമ്മൾ പർട്ടിക്കുലറായിട്ട് ഈ 3 കേസോ അല്ലെങ്കിൽ 5 കേസോ കോട്ടയം ജില്ലയിൽ നടന്ന 5 കേസോ അല്ലെങ്കിൽ നമ്മുടെ സമീപ ജില്ലയിൽ നടന്ന കേസുകളെല്ലാം കൂടി 20 കേസുകളോ അല്ല, കുറേ കേസുകളും അവരുടെ ഡിസ്ക്രിപ്ഷൻസും ഒക്കെ കിട്ടി. അപ്പോൾ എനിക്കൊരു കാര്യം തോന്നി, ഇപ്പം ഇവരെല്ലാവരും ജയിലിൽ പോയി തിരിച്ചു വന്നു, വീണ്ടും ജയിലിൽ പോകുന്നു. നമ്മൾ സാധാരണ ഒരാളോട് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് എന്നോട് തന്നെ ഞാൻ തന്നെ ചോദിക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് ഇവരുടെ പേരൊന്നും അറിയില്ല, ഇവരുടെ മുഖം കണ്ടാലേ അറിയില്ല. ഇങ്ങനെ വരുമ്പോൾ അവളെ അറസ്റ്റ് ചെയ്യുന്നു, അവർ ജയിലിൽ പോകുന്നു, അവർ തിരിച്ചു വരുന്നു, വീണ്ടും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു, അങ്ങനെ വർഷങ്ങളായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവരെ പറ്റി പഠിക്കണമെന്ന് എനിക്ക് പഠിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ അന്ന് ശിവഗംഗ SP, തേനി SP, വിരുദനഗർ SP, മധുര SP ഇവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് അറിയാവുന്നവരായിരുന്നു. കാര്യം പല ട്രെയിനിങ്ങിനും ഒക്കെ പോയിട്ട് ഇവരൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും, ഭാഗ്യത്തിന്. അപ്പം ഞാൻ ഇവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവർ മുഖമില്ലാത്ത മനുഷ്യരാണ് ഇവരെല്ലാവരും. ഏതോ പ്രദേശത്തുനിന്ന് വരുന്നു, ഇവിടെ വന്ന് കൊള്ളയടിക്കുന്നു, ചിലപ്പം പിടിക്കുന്നു, ജയിലിലാകുന്നു, പിന്നെ അവരുടെ പേരോ അവരുടെ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയാൻ മേല. ഞങ്ങൾക്ക് വലിയൊരു ഡയറക്ടറി ഉണ്ടാക്കാനായിട്ടുള്ള തീരുമാനമാണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ നാടോടി ഗ്രൂപ്പുകളെ പറ്റിയും തിരുട്ട് ഗ്രാമങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഇതിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരെ പറ്റിയും അവരുടെ കുടുംബത്തിനെ പറ്റിയും അവരുടെ ഫോട്ടോകൾ, അവർ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ്, അവിടുത്തെ SHOയുടെയും അവിടുത്തെ ബാക്കിയുള്ളവരുടെ മെയിലുകൾ, ഇവരുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ ഭാര്യമാർ, പിള്ളേർ, എല്ലാ വിവരങ്ങളും അറിയുന്ന. അപ്പം നമുക്കൊരു വടിവേലു എന്ന് പറഞ്ഞാൽ വടിവേലു മാത്രമല്ല, വടിവേലിൻ്റെ ഭാര്യ ആരാണെന്നും വടിവേലിൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നെന്നും അല്ലെങ്കിൽ വടിവേലുവിൻ്റെ അവിടുത്തെ അസോസിയേറ്റ്സ് ആരൊക്കെയാണെന്നും അവരുടെ ഫോൺ നമ്പറുകൾ, ഇങ്ങനത്തെ വലിയ ജോലിയാണത്. അത് ഒരു ദിവസം കൊണ്ട് തീരുകയില്ല. അപ്പം അന്ന് കോട്ടയത്ത് ഈ 2016-17 കാലഘട്ടത്തിലൊക്കെ നല്ല മിടുക്കനായ ഒരു സബ് ഇൻസ്പെക്ടർ അഭിലാഷ് ഉണ്ടായിരുന്നു. അന്ന് വെസ്റ്റ് SI ആണ് അഭിലാഷ്. മിടുക്കനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അക്കാഡമിക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു നല്ല ഓഫീസറാണ്. അപ്പം ഞാൻ ഈ അഭിലാഷോട് പറഞ്ഞു, നല്ലൊരു ടയർസം സ്ട്രെനുവസ് ആയിട്ടുള്ള പരിപാടിയാണ്, പക്ഷേ നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഭാവി വളരെ വലിയൊരു ഉപകാരം നമുക്കെല്ലാവരും പോലീസ് സേനയ്ക്ക് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനത്തെ കാര്യങ്ങൾ, ആരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യണം, ബിരുദകരിൽ ആരെ കോൺടാക്റ്റ് ചെയ്യണം, തേനിയിൽ ആരെ രാമനാഥപുരത്ത് ആരെ കോൺടാക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ മധുരയിൽ ആരെ കോൺടാക്റ്റ് ചെയ്യണം, അവരെല്ലാം ഞാൻ നേരിട്ട് വിളിച്ച് പറഞ്ഞു. അഭിലാഷ്
പിന്നെ ഒരു വർഗീസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ശ്യാം ഉണ്ടായിരുന്നു, ഒരു അജിത്ത്. അവർ ഒരു ടീമിനെ ഉണ്ടാക്കി. ആ ടീമിനെ ഉണ്ടാക്കി അവരെ തമിഴ്നാട്ടിലേക്ക് വിടുക. ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. എത്ര ദിവസം വേണം എടുക്കുക, നിങ്ങൾക്കുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ എസ് പിമാരെ ചെന്നു. അപ്പോൾ എസ് പിമാരൊക്കെ ലേസൺ ഓഫീസേഴ്സിന് കൊടുത്തു. ഇത് വളരെ വലിയൊരു എനിക്ക് തോന്നുന്നു ഒരു മാസത്തേക്കുള്ളിൽ എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു മാസം കൊണ്ട് 3000-ഓളം പേരുടെ നമുക്കൊരു ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. അങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഇന്നേ വരെ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്തും കളക്ട് ചെയ്യണം ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ അതിന് മുമ്പുണ്ടായിട്ടില്ല, അത് സംസ്ഥാനങ്ങളിലുണ്ടായിട്ടില്ല. വടിവേലു എന്ന് പറഞ്ഞാൽ വടിവേലുവിൻ്റെ കൃത്യമായി മുഴുവൻ നമ്മൾ ഇതാക്കി ഡിജിറ്റൈസ് ചെയ്തു. നമ്മളൊരു ഫ്ലിക്ക് ഓഫ് ഒരു ബട്ടൺ ഞെക്കുകയാണെങ്കിൽ അയാളെ എല്ലാ കാര്യങ്ങളും കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളാക്കി. ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, തമിഴ്നാട്ടിന് പോലും ഇതിൻ്റെ പ്രയോജനമുണ്ട്. ഈ 3000 പേർക്ക് ഇത്രയും വലിയൊരു ഒരു ഡയറക്ടറി ഉണ്ടാക്കിയതുകൊണ്ട് ഇവരുടെയൊക്കെ മുഖം നമുക്ക് മനസ്സിലായി. ഇവർ മുഖമില്ലാത്തവരല്ലാതായി. അതോടുകൂടിയുള്ള ഒരു ഇഷ്യൂ ഇത് തുടങ്ങിയെന്നറിഞ്ഞതോടുകൂടി തന്നെ ഇങ്ങനൊരു എഫേർട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഈ പറഞ്ഞ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വരുന്നവരുടെ ആക്രമണം എനിക്ക് തോന്നുന്നൊരു 95% കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. കാര്യം പിടിക്കുന്ന മറ്റേ നമ്മൾ അറിയുന്നില്ല. ഇവർ പോലീസ് സ്റ്റേഷന് മുമ്പ് നിന്ന് അവരെ കാണാൻ മനസ്സിലാവുകയില്ല. ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോയവരെ കണ്ടാൽ മനസ്സിലാവില്ല. ഇത് ഓരോ പോലീസ് സ്റ്റേഷനിലേക്കും കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ദൗത്യം. അത് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ലോക്നാഥ് ബെഹ്റ അദ്ദേഹമായിരുന്നു സ്റ്റേറ്റ് പോലീസ് ചീഫ്. അദ്ദേഹത്തിൻ്റെ വലിയ സഹകരണമുണ്ട് ഇതിൻ്റെ അകത്ത് ഇത് കൾമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അദ്ദേഹത്തിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. നമ്മളിപ്പോൾ ഡൽഹി പോലീസാണെങ്കിലും അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോലീസ് പലരും ഇതിൻ്റെ കോപ്പികളും മറ്റും അന്വേഷിച്ചിട്ടുണ്ട്. ഇത് പലരും എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് അറിവ്. തമിഴ്നാട് ഹെഡ് ക്വാർട്ടറിലൊക്കെ ഉണ്ട് പോലീസിൻ്റെ. ശരിക്ക് ഇത് തുടങ്ങണം, ചെയ്യണം, ഇത് കൾമിനേറ്റ് ചെയ്യണം, സക്സസ്ഫുൾ കൾമിനേഷൻ ഉണ്ടാകണം തോന്നാൻ കാര്യം ഈ നീറിക്കാട്ട് സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞാൻ കാഞ്ഞിരപ്പള്ളി DSP ആയിരുന്നപ്പം ഇങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ ഒരു 3 തൊട്ട് 4 മണി വരെയൊക്കെ ചില പെറ്റീഷൻസൊക്കെ വരും. അതെന്താണെന്ന് എനിക്കറിയില്ല. അവർ മിക്കവാറും അവർ ആശുപത്രിയിൽ പോയിട്ട് അവിടെ താലൂക്ക് ആശുപത്രി ഉണ്ട് തൊട്ട് മൾട്ടി പ്രോണ്ട് ആക്ഷനാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആശുപത്രിയിലും പോകാം, അതിനുശേഷം വല്ല പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാവുന്ന രീതിയായിട്ടാണ്. ഒരു 3-4 മണിക്ക് നല്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ 3 മണിയാകുമ്പോൾ അവിടെ ഓഫീസിൽ വെറുതെ പോകും. സാധാരണ DSP അവർ 3 മണിക്കൊന്നും ചെല്ലാറില്ല. എന്നാൽ ഞാൻ അവിടെ പോകുമ്പോൾ ആ സമയത്താണ് തിരക്ക്. അങ്ങനെ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പം ഓഫീസിലിരിക്കുമ്പം ഒരു യുവതി ഒരു കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അവരുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു വീട്ടുകാരുമായിട്ട് എന്തോ വേലിത്തർക്കോ എന്തോ സംഭവമുണ്ട്, അതിൻ്റെ ഒരു പെറ്റീഷൻ തരാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പം ഞാൻ ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഇവരുടെ കയ്യിലിരിക്കുന്ന ഇങ്ങനെ ഒക്കത്ത് വെച്ചിരിക്കുന്ന ആ കുഞ്ഞിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു കുട്ടി, ക്യൂട്ടായിട്ട് 1 വയസ്സൊക്കെ കാണും, നല്ല കുട്ടി. പക്ഷേ അതിനൊരു ബ്ലൂയിഷ് കളറുണ്ട്. അതിനകത്ത് ബ്ലൂ ബേബി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു കളറുണ്ട്. അപ്പം ഞാനത് അവർ സംസാരിച്ച ശേഷം ചോദിച്ചു, ഈ കുട്ടിക്ക് വല്ല ഡോക്ടറെ വല്ലതും കാണിക്കാറുണ്ടോ? സാറ് ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു, ഒരു പ്രയോജനമില്ല. ഇനി അതിൻ്റെ ആ കൊച്ചിൻ്റെ വിധിയെന്ന് ഇരിക്കട്ടെ എന്നൊക്കെയാണ് അവർ പറഞ്ഞു. പക്ഷേ ഈ ബ്ലൂ ബേബിയുടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. സാധാരണ നമ്മളതിനെപ്പറ്റി പഠിക്കുമ്പോൾ ബ്ലൂ ബേബി നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ബർത്ത് ഡിഫക്റ്റ് എന്നൊക്കെ പറയാം. ആ കുട്ടിക്കുണ്ട്. ആ കുട്ടി ഇങ്ങനെ പോയി അതിൽ നിന്ന് സർവൈവ് ചെയ്യില്ല, 1-2 വർഷം മാക്സിമം ജീവിക്കും. പക്ഷേ തന്തൊരു ആ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പെൻസിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ചിരിക്കുന്നൊക്കെ ഉണ്ട്. നമുക്കൊരു വിഷമം തോന്നും. അത് കുട്ടിയുടെ ഈ ഭാവങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും. പിന്നെ ആ കുട്ടിയെപ്പറ്റി ആലോചിക്കാൻ നമുക്ക് വിഷമം തോന്നും. ഇങ്ങനെ സമ്മിശ്ര വികാരം ഇങ്ങനെ വരുന്ന ഒരവസ്ഥ. ഈ ഒരു പ്രൊഫഷണലിന് ചിലപ്പം ഒരു പ്രൊഫഷണൽ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല, ഒരു ഡോക്ടർക്ക് ഇങ്ങനെ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ആകാൻ പാടില്ല എന്നൊക്കെ തോന്നും. നമ്മളൊക്കെ മനുഷ്യർ ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നാം. അങ്ങനെ ഇരിക്കുന്ന സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് പൊങ്ങിയ സ്ഥലമാണത്. തൊട്ട് താഴെ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മെയിൻ റോഡാണ്.
എപ്പോഴും ബസ്സുകളും അതൊരു ഒരു വളവിലാണ് ഈ പോലീസ് സ്റ്റേഷൻ ഈ DSPയുടെ ഓഫീസ് ഇരിക്കുന്നത്. അപ്പം എപ്പോഴും ബസ് ഭയങ്കര ഹെവി ട്രാഫിക്കാണ്. എപ്പോഴും ബസ്സുകൾ പോകുന്നു, കാറിൻ്റെ ശബ്ദം, ഇങ്ങനെ ശബ്ദം വണ്ടികളുടെ ശബ്ദമില്ലാതെ ഒരു സെക്കൻഡ് പോലും അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയുള്ള സ്ഥലമാണത്. പെട്ടെന്നൊരു വല്ലാത്തൊരു ശബ്ദം ആ റോഡിൽ നിന്ന് കേട്ടു. എന്തോ മെറ്റൽ ഇങ്ങനെ റോഡിൽ കൂടെ ഉരയുന്നത് പോലെയോ വലിയൊരു ശബ്ദവും എല്ലാമായിട്ട്. അപ്പം ഞാൻ ഒരു പോലീസുകാരനോട് പെട്ടെന്ന് പറഞ്ഞു അവിടെ ഒന്ന് പോയി നോക്ക്, എന്താ സംഭവിച്ചെന്ന് നോക്കാൻ പറഞ്ഞു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പം 2 കാഷായ വസ്ത്രധാരികളുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരിക. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓഫീസിലേക്ക്, DSPയുടെ ഓഫീസിലേക്ക് കയറി വരിക. ഈ പോലീസുകാരനും കൂടെയുണ്ട്. കാഷായ വസ്ത്രധാരി, പ്രായമുള്ളയാൾ, ഒരു 10-65 വയസ്സ് കാണും, തലയൊക്കെ നരച്ച് നല്ലൊരു ഐശ്വര്യമുള്ള മനുഷ്യൻ. അങ്ങനെ പറഞ്ഞ് സ്വയം പരിചയം, ഞാൻ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്, അമൃതാനന്ദ് വഴി ഇതിൻ്റെ ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേറ്ററാണ്, അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ പറഞ്ഞു. ഇതെൻ്റെ അസിസ്റ്റൻ്റാണ്. അത് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ഒരു മനുഷ്യൻ, എന്നാൽ അധികം ഇങ്ങനെ ഒരു പ്രസരിപ്പൊന്നുമില്ല, വളരെ ശലം ഗൗരവ സ്വഭാവമുള്ളൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. അവരെ രണ്ടുപേരും അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരുടെ വണ്ടിയായിട്ട് ഇടിച്ച വാൻ ഡ്രൈവറും കയറി വന്നു. അയാളെ സ്വാമിമാരെ കണ്ടിട്ട് വലിയ തുഴലും ബഹളമൊക്കെ. അയാളും ഈ മാതാ അമൃതാനന്ദമയ്യയുടെ എന്തോ ഭക്തനൊക്കെയാണെന്നാണ് അവകാശപ്പെടുന്നത്. അയാൾക്ക് കോമ്പൻസേഷൻ വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ സ്വാമിയെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അമൃതാനന്ദമയ്യയുടെ ഭക്തനാണെന്നൊക്കെ പറഞ്ഞ് അയാളും ബഹളം വെച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അയാൾക്ക് ഒന്നും വേണ്ട, അയാൾക്ക് കോമ്പൻസേഷൻ വേണ്ട വന്നു. പക്ഷേ ഈ സ്വാമി കുറേ പൈസയൊക്കെ എടുത്ത് അയാളെ കൊടുത്തു. അയാളെ സന്തോഷമായിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പം ഞാൻ 2 പേർക്കും ഒരു തണുത്ത നാരങ്ങ വെള്ളമൊക്കെ ഓഫർ ചെയ്തു. അവിടെ വന്നു, നാരങ്ങ വെള്ളം വന്ന് അവർ കുടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇവർ സ്വാമിമാർ വന്നപ്പോൾ ഈ ലേഡിയും ഈ കുഞ്ഞും കൂടെ അകത്തെ മുറിയിലേക്ക് കയറി നിൽക്കുക. അവൻ പറഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടിക്ക് വലിയ ഡാമേജ് ഒന്നുമില്ല, ഈ വണ്ടി 2 വണ്ടി കൊണ്ട് കൊരുത്ത് പോയിട്ട് ഇങ്ങനെ അത് കുറച്ച് ഉരഞ്ഞു പോയതുകൊണ്ട് ഒരു ശകലം ചളുങ്ങിയതൊക്കെ ഉള്ളൂ, വണ്ടി റണ്ണിങ് കണ്ടീഷനാണെന്ന് ആ വണ്ടിയുടെ ഡ്രൈവർ വന്നു പറഞ്ഞു. അപ്പം എല്ലാവരും ഹാപ്പി, വാൻ ഡ്രൈവർ ഹാപ്പി, സന്യാസിമാർ ഹാപ്പി. അവർ നേരെ പീരുമേട് ഭാഗത്തേക്ക് പോകണം. അവിടെ എന്തൊരു കോൺഫറൻസ് ഉണ്ട് പീരുമേട്ടിലേക്ക്. അവർ പെട്ടെന്ന് അവിടെ ചെന്ന് എത്തേണ്ട ഉള്ളതുകൊണ്ട് അവർ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെന്ന് ഞങ്ങൾ അവന് സ്വാമി ശരി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് മാതാ അമൃതാനന്ദമയി ആശുപത്രി ഇതൊക്കെ മനസ്സിലൊന്ന് വന്നു. ഒരു അനൗചിത്യമാണ്, എന്നാലും ഞാൻ പ്രായമുള്ള സ്വാമിയോട് ചോദിച്ചു. അവരെ ഞാൻ പെട്ടെന്നൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആ അകത്ത് നിൽക്കുന്ന അവരെ 2 പേരെയും, ആ സ്ത്രീയെയും ആ കുഞ്ഞിനെയും കൊണ്ട് വരാൻ പറഞ്ഞു, അവരെയും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ സ്വാമിമാർ 2 അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞ് വന്നു. ഞാനീ പറഞ്ഞു, ഈ കുട്ടി സ്വാമി നോക്കിയാണ്ട് ഇവർക്ക് എന്തോ വലിയൊരു അസുഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഇവർക്ക് ഇത് എന്തെങ്കിലും സ്വാമിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്വാമി ഒന്നും മിണ്ടുന്നില്ല, പ്രായമുള്ള അഡ്മിനിസ്ട്രേറ്റർ സ്വാമി ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ചെറു മന്ദസ്മിതമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ച അബദ്ധമായോ, അവർക്ക് ചോദിക്കേണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് സാമ്പത്തിക ശേഷി ഒന്നുമില്ലെങ്കിൽ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും പെട്ടെന്ന് അങ്ങനെ അസിസ്റ്റൻ്റ് പറഞ്ഞു, ഈ കുട്ടിയെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് അസിസ്റ്റൻ്റ് അവിടുത്തെ ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ്, ഒരു കാർഡിയോളജി വകുപ്പിൽ തന്നെയുള്ള ഡോക്ടറാണ് അങ്ങേര് നോക്കിയിട്ട് പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഈ കുഞ്ഞ്, ഇതിന് പെട്ടെന്ന് ഒരു ഓപ്പറേഷനൊക്കെ നടത്തണം. അത് ഓപ്പറേഷൻ നടത്തണമെന്ന് പറയുമ്പോൾ സ്ത്രീ പതുക്കെ ബാക്ക് ഔട്ട് ചെയ്യുന്ന രീതിയിലായി. അവർക്ക് മനസ്സിലായി ഒത്തിരി കാശൊക്കെ വേണം. ഞാൻ പറഞ്ഞു, അവർക്ക് സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തവരാണ്. അപ്പം സ്വാമി കുറേ നേരം ആലോചിച്ച്, BPL പരിധി വരുന്നതാണോ ഈ സ്ത്രീ എന്ന് ചോദിച്ചു. ഞാൻ അവരെ വെച്ച്, BPL പരിധി വരുന്നതാണോ? അവർ യഥാർത്ഥത്തിൽ BPL പരിധി വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കാർഡ് ഒന്നും അവർക്കില്ല. ശരിക്കാണെങ്കിൽ ദേഷ്യം കൂടെ ഒരു BPL കാർഡ് എടുത്ത് വെക്കാനുള്ള അതുപോലും അവർക്കില്ല, ഔചിത്യം പോലും അവർക്കില്ല. ഞാൻ ഏതായാലും സ്വാമിയോട് ഞാൻ ഒരാഴ്ചയൊക്കെ ഈ BPL കാർഡ് അവർക്ക് എങ്ങനെയെങ്കിലും ഞാൻ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ അത് കിട്ടിക്കഴിയുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കൂ എന്ന് പറഞ്ഞ് ഫോൺ നമ്പറും എല്ലാം തന്നു. അവരുടെ അഡ്മിനിസ്ട്രേറ്ററുടെയും ഡോക്ടറുടെയും എല്ലാം തന്നു. ഞാൻ എൻ്റെ ഫോൺ നമ്പർ സ്വാമിമാർക്കും കൊടുത്തു. സ്വാമിമാർ വളരെ സന്തുഷ്ടരായിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു.
ഞാൻ പറഞ്ഞ പോലെ BPL കാർഡ് ഒരാഴ്ചയ്ക്കകം ഏർപ്പാട് ചെയ്ത് കൊടുക്കാമെന്ന്. പിന്നെ അപ്പം ഞാനത് ബിജി എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളി, എല്ലാത്തിനും മിടുക്കനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിജി ഇത് നമുക്ക് എങ്ങനെ BPL കാർഡൊന്ന് സംഘടിപ്പിച്ച് കൊടുക്കുന്നു, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ ഏതായാലും ഞാൻ RDO ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് RDOയും തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും ഇവരെല്ലാം കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇവരുടെ അസസ്മെൻ്റ് എടുത്ത് അവരുടെ ഇതിനകത്ത് വരുന്നുള്ള കാര്യങ്ങളൊക്കെ ചില പോലീസുകാർ ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ചെയ്യാനും ഓഫീസുകളിലൊക്കെ ചെന്ന് പെട്ടെന്ന് കാര്യം നടത്താനുള്ള കഴിവുള്ളവരുണ്ട്. അങ്ങനെയുള്ള 2-3 പേരെ ഞാൻ ഇതിനകത്ത് ഏർപ്പാട് ചെയ്ത് ഇതിൻ്റെ അകത്ത് അത് നമ്മൾ കംപ്ലീറ്റ് അത് മോണിറ്റർ ചെയ്ത് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് ശരിയാക്കി കൊടുത്തു. ശരിയാക്കി BPL കാർഡ് ഇവരെ ശരിയാക്കി. BPL കാർഡ് ശരിയാക്കിയിട്ട് ഞാൻ ഈ സ്വാമി വിളിച്ചു, അഡ്മിനിസ്ട്രേറ്റർ സ്വാമി വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഇന്നയാളാണ്, ഞാൻ പറഞ്ഞു റോസ്മേറ്റ് ആണെന്ന് പറഞ്ഞു. പേര് പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. ഞാൻ പറഞ്ഞു അന്ന് ആ കുട്ടി ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ അന്ന് കണ്ട കുട്ടി, ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യൂ, BPL കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും, ഡോക്യുമെൻ്റൊന്നും കാര്യമായിട്ടൊന്നുമില്ല, അവരെ നാടൻ വൈദ്യനെയൊക്കെ ചികിത്സിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ ആശുപത്രിയൊന്നും കൊണ്ടുപോയിട്ടില്ല ഈ കുട്ടിയെ, സാരമില്ല കൊണ്ടുവന്നേക്കുമെന്ന് പറഞ്ഞു. അപ്പം ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ അമൃതാനന്ദ് പോയി ആശുപത്രിയും ആയിട്ടുള്ള ചില കണക്ഷൻസൊക്കെ ഉള്ളവരുണ്ട്. ഭാഗ്യവശാൽ എൻ്റെ അവിടെ ഓഫീസിലൊരു ഗോപിപ്പിള്ള എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അങ്ങനെ അമൃതാനന്ദമയി ഭക്തന് ഇടയ്ക്കിടയ്ക്ക് അമൃതാനന്ദം അവിടെ പോവുകയും അമൃത ആശുപത്രിയിൽ പോവുകയൊക്കെ ചെയ്ത് അവിടെയായിട്ട് നല്ല കണക്ഷനുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഈ ഗോപിപ്പിള്ളയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, സ്ത്രീയെ അവിടെ എല്ലാം കൊണ്ടുപോയി ഇവരെല്ലാം കൊണ്ട് പരിചയപ്പെടുത്തി എല്ലാ കാര്യവും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. വലിയൊരു ഒരു നോബിൾ നല്ലൊരു പ്രവൃത്തിയായിരിക്കും, ഒരു ദൈവികമായ ഒരു കാര്യമാണ്, നിങ്ങളെ ചെയ്തേ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഗോപിപ്പിള്ള ഒരു വിധത്തിലെല്ലാം പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് സമ്മതിപ്പിച്ച് ഈ ഗോപിപ്പിള്ളയും കൂട്ടി ഈ 2 പേരെയും അമൃതയിലേക്ക്, അവരുടെ ഭർത്താവുണ്ട്. ഒരു ദിവസം അവരുടെ ഈ സ്ത്രീയുടെ ഭർത്താവ്, പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ, പിന്നെ ഈ കൊച്ചുകുഞ്ഞ്, പിന്നെ ആ സ്ത്രീ, ഗോപിപ്പിള്ള ഇത്രയും വലിയൊരു സംഘമായിട്ട് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഗോപിപ്പിള്ള വന്ന് വളരെ പ്രയോജനം കിട്ടി അയാളെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അങ്ങനെ ഈസി ആയിട്ട് കേക്ക് വോക്ക് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് അവിടെ പോയി അവിടെ കാണുന്നു, അഡ്മിനിസ്ട്രേറ്ററെ കാണുന്നു, അതിൻ്റെ മാനേജ്മെൻറ്റ് കാണുന്നു, അതിൻ്റെ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുന്നു, ഡോക്ടറെ കാണുന്നു, ഏതായാലും ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നു. ഒരു ദിവസം ഫിക്സ് ചെയ്യുന്നു, അവിടെ താമസിക്കാനുള്ള സൗകര്യം ഫ്രീ ആയിട്ട് അവർ ചെയ്തു കൊടുത്തു. ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു, അവർ ചെയ്തു കൊടുത്തു. അപ്പം ഞാൻ അവരോട് ആദ്യമേ ഉള്ളൂ, ഇവർക്ക് 5 പൈസ ഇല്ല, ഒന്നും ഇനി എന്തെങ്കിലും പൈസ വേണം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു. അല്ല പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും, ഇത്ര രൂപ തന്നേ പറ്റൂ, ഞങ്ങൾ ഇത്രയും കാര്യം ചെയ്യും, ഇത്രയും രൂപയുടെ വേണം, അത്യാവശ്യമുണ്ട്, അത് സംഘടിപ്പിക്കാൻ അവരോട് ചോദിക്കേണ്ടത് എന്നോട് പറഞ്ഞ് ഞാൻ തരാമെന്ന് ഈ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു. ഏതായാലും അത് പറഞ്ഞുകൊണ്ട് ആയിരിക്കണം, ഒരു പൈസ പോലും ഇവരുടെ നിന്ന് മേടിക്കും, എന്നോട് ചോദിച്ചുമില്ല. ഓപ്പറേഷൻ സക്സസ്ഫുള്ളായിട്ട് നടന്നു. അത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷനായിരുന്നു. കൊച്ചു കുഞ്ഞായതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. ആ കുഞ്ഞ് അതിൻ്റെ ആ രോഗാവസ്ഥ മാറി, ബ്ലൂ ബേബി എന്നുള്ള അവസ്ഥ മാറി, പരിപൂർണ്ണ ആരോഗ്യവതിയായി നല്ല മിടുക്കിയായിട്ട് അവർ ജീവിക്കുന്നു. അവരുടെയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇപ്പം പറഞ്ഞ ഈ പേര് പോലും സാങ്കല്പികമാണ്. ഞാൻ കൃത്യമായിട്ട് പറയാത്തതിൻ്റെ കാര്യം അനാവശ്യമായ ഒരു വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണ്. ഏതായാലും ഈ പോലീസിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളും ഇടയ്ക്ക് ചെയ്യാവുന്ന ഉള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അവർ ഒരു 40 വയസ്സ് കാണും. ഒരു കുട്ടിയുണ്ട് കൂടെ, അവരുടെ മകൾ തന്നെയാണ് എന്ന് കാണുമ്പോൾ അറിയാം. ഇത് 2 പേരും കൂടെ വന്നിങ്ങനെ എനിക്കവർ ഹാഫ് ഡോറിൻ്റെ അവിടെ തന്നെ കാണാം, ഇങ്ങനെ ഈ സ്ത്രീ നിൽക്കുന്നത്, ആ കുട്ടിയുടെ കാലമൊക്കെ കാണാം. അപ്പം ഞാൻ പോലീസുകാരനെ വിളിച്ച് അവരെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. അവർ 2 പേരും മുറിക്കകത്ത് കയറി വന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുക അവർ. അപ്പം ഞാനൊന്നും ചോദിച്ചില്ല. അപ്പം ഇങ്ങനെ അവരുടെ വിതുമ്പി കരയാനുള്ള ഒരു ശ്രമം പോലെ ഇങ്ങനെ തോന്നി.